നീ വലിയ ഹീറോ ആണെന്ന് വിചാരിച്ചോടാ. കോളേജിൽ പോയി റൗഡീസം കാണിക്കണോ? പോന്ന അലവലാതി മോനെ, അവിടെ പോയി അഹങ്കാരം കാണിക്കാൻ. എന്നിട്ട് അമ്മായിച്ചന്റെ വീടാണോടാ? ഹലോ. ആ ശരി സാർ. ആ ഇപ്പൊ പറയാ സാർ. സാറേ ഒരു കോളുണ്ട്. സാറേ. എന്താ ഇൻസ്പെക്ടർ, എന്റെ പിള്ളേരെ അറസ്റ്റ് ചെയ്തു? ഇയാൾ എന്താ കരുതിയത് താൻ ഇവിടുത്തെ വലിയ ആളാണെന്നോ? തനിക്കിവിടെ ജീവിച്ച് പോണോ വേണ്ടയോ? സാറേ നിങ്ങളുടെ ആളെന്ന് അറിയില്ലായിരുന്നു. കോളേജിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നപ്പോ അറസ്റ്റ് ചെയ്തതാ. ഇതാ സാറേ ഇപ്പൊ വിട്ടേക്കാം. എടോ മഹേഷ് സാർ, അയാളെ വിട്ടേക്കടോ. ഓക്കെ സാർ. വാടാ. എന്നെ നിനക്ക് ഭയങ്കര ഇഷ്ടാണല്ലേ? വേറെ എങ്ങനെ പ്രൂവ് ചെയ്യും ജാനു? ഫ്രണ്ട്സ്, ആ കൈ ഇങ്ങോട്ട് തന്നെ. ഫ്രണ്ട്സ്. എന്താ രാവിലെ മുതൽ ഫോൺ എടുക്കാത്തെ? എത്ര തവണ കോൾ ചെയ്തു? നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ജാനുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, അത് വിട്ടേക്ക്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി കാണും. ഇല്ലെങ്കിൽ ജാനുവിന്റെ കോൾ നീ എടുക്കാതിരിക്കില്ലല്ലോ. പറയടാ, എന്താ പ്രോബ്ലം? ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞേ? ഒന്നുമില്ല, നീ ഇത് വിട്. എന്താ ദേഷ്യാണോ? വെറുതെ ഒന്നും ആലോചിക്കണ്ട. ദേഷ്യപ്പെടുമ്പോഴും എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. ഫോൺ എടുക്ക്. അമ്മയാണ്. ഞാൻ സംസാരിക്കാം. ഹലോ അമ്മേ. മനു, ഞാൻ മനുവിന്റെ ഫ്രണ്ട് ജാനു ആണ് സംസാരിക്കുന്ന അമ്മേ. മനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല അമ്മേ. മനു വീട്ടിൽ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി മോളെ. ഈ വർഷത്തെ ആഘോഷത്തിനെങ്കിലും അവൻ വരുമെന്ന് വിചാരിക്കുന്നു. അവനില്ലാത്ത 2 വർഷം ഒരു ആഘോഷവും ഇല്ലായിരുന്നു ഇവിടെ. മനുവിനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം അമ്മേ. അല്ല, നേരാണോ മോളെ? നേരാണ്. ഇത്തവണ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ആരാ? ജാനു? അതേട്ടാ. നടക്കട്ടെ. ഹലോ. കോളേജിലെ പ്രോജക്റ്റിന് ഫുൾ അപ്ലോസ് ലഭിച്ചു. എല്ലാരും മെസ്മറൈസ് ആയി, അറിയോ? ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ഐ ലൈക്ക് യു. ഒന്നുകൂടെ പറഞ്ഞേ. मैंने अलग मीचे तेने पसंद करो छु. 1 minute. ഓക്കേ. എടാ ധന, പെട്ടെന്നാട്ട്. ചേട്ടാ. ആ പറ. നീ ലെക്ചറർ ആയിട്ട് സൂപ്പർ ആണ്. പിന്നെന്താ ശ്രമിക്കാത്തത്? ഹലോ മനു. ഹലോ. ഞാൻ വിളിക്കാം. ഓക്കേ. ഏട്ടാ, മുത്തിരിയുടെ അയാളുടെ മോളെ കാണാൻ വേണ്ടി ലണ്ടനിൽ പോയേക്കാ. ഇതാ പറ്റിയ സമയം. അവന്റെ ആൾക്കാരെ തീർക്കാൻ വേണ്ടി. എപ്പോ നോക്കിയാലും ഇതേ പ്ലാൻ ആണല്ലോ നിന്റെ. ആദ്യം കഴിക്ക് ലക്ഷ്മി. അവന് വിളമ്പിക്കൊടുക്ക. ആയിക്കോട്ടെ. സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഇത്തവണ യൂത്ത് ലീഡറായിട്ട് നിന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി തൊട്ട് യുവജന നേതാവായ രുദ്രയാണ് നീ. അല്ല, ഇതൊക്കെ എനിക്കെന്തിനാ? എനിക്ക് ശേഷം നീയല്ലടാ, എന്റെ പിൻഗാമി. അവന് തലക്കറി വിളമ്പി കൊടുക്കടി. ആ പൈസ എടുത്തിട്ട് ആ വയറു നിറച്ച് കഴിച്ചോണം. ഇങ്ങനെ ഒരുപാട് വലിച്ചു കയറ്റണ്ട. വണ്ടി ശരിയേട്ടാ.
പ്രേമത്തിനിടയ്ക്ക് എന്തിനാ ഈ ശോകാനം? എനിക്ക് മുന്നേ നേരത്തേക്ക് വന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ചേച്ചി ഉണ്ടാക്കിയ നല്ല തലക്കറി കഴിക്കായിരുന്നു. സ്മെല്ല് ഇപ്പോഴും പോകുന്നില്ല. ചേച്ചി നല്ല ഭക്ഷണവും തന്നു, ചേട്ടൻ നല്ല സന്തോഷ വാർത്തയും പറഞ്ഞു. ഇനി മുതൽ ഈ രുദ്ര പൊളിറ്റീഷ്യൻ രുദ്രയാ. ചോദിക്കാതെ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് തരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജനാർദ്ദനേട്ടൻ ഗ്രേറ്റ് തന്നെയാ. അന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്തത്, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ ആ മുത്തുറെഡി അല്ല ഏട്ടാ. പിന്നെ വേറെ ആരാടാ? ആ ജനാർദ്ദനനാ. എന്താ പറഞ്ഞത്? വണ്ടി എടുത്തടാ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട പോലെ. വിളിക്കടാ, അയാളെ വിളിക്കടാ. വിളിക്കേ. സ്പീക്കർ ഓൺ ചെയ്. സ്പീക്കർ ഓൺ ചെയ്യടാ. സാർ, രുദ്രനെ ഞങ്ങൾ കൊന്നു സാർ. ബോഡി ഞങ്ങൾ കായലിൽ തള്ളിയേക്കട്ടെ. അവന്റെ ശവം എനിക്ക് കാണണം. ശരി സാർ. സർവഭൂതങ്ങളെയും മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്ന പരമാത്മാവാണ് ഞാൻ. ഉൽപ്പത്തിക്കും വളർച്ചയ്ക്കും നാശത്തിനും കാരണം ഞാൻ തന്നെയാണ്. എന്താ വിളിക്കാതിരുന്നേ? ഒന്നുമില്ല, പറ. എനിക്ക് ഉറക്കം വരുന്നില്ല. ആർ യു വെർജിൻ? എന്താ അവിടെ ഒരു ശബ്ദം? പിന്നെ പോലെയാണെന്നും എനിക്ക് ശേഷം നീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായിരുന്നു? എന്തിനെന്നെ കൊല്ലാൻ നോക്കിയെന്ന്? അപ്പൊ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അതെന്തിനായിരുന്നടാ?